ഡിയർ സ്റ്റുഡൻസ്, KTU BTech ലെറ്റ് 2026 ഫസ്റ്റ് അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ LBSന്റെ വെബ്സൈറ്റിൽ നിങ്ങളെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അലോട്ട്മെന്റ് എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏത് കോളേജിലാണ് കിട്ടിയതെന്ന് അറിയാൻ പറ്റും. ഇവിടെ കോളേജിന്റെ പേരുണ്ടാവും, കോഴ്സ്, ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കോളേജിൽ ഡയറക്റ്റ് പോയി അഡ്മിഷൻ എടുക്കണ്ട. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. ഇവിടെ കാണാം ടോക്കൺ ഫീ പേയ്മെന്റ്. ഇപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ കോളേജിൽ അഡ്മിഷൻ കൺഫേം ആവുള്ളൂ. അതേപോലെ സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിലും ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാനും പറ്റില്ല. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് ഇവിടെ കാണാം 3150. ഗവൺമെന്റ് എയ്ഡഡ് എഞ്ചിനീയറിംഗ് കോളേജുകളിലാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടണമെങ്കിൽ 3150 ആണ് നിങ്ങൾ ടോക്കൺ ഫീ അടക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഗവൺമെന്റ് കോസ്റ്റ് ഷെയറിംഗ് എഞ്ചിനീയറിംഗ് കോളേജുകൾ, അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജുകളാണെങ്കിൽ ടോക്കൺ ഫീ വരെ 10,000 ആണ്. ഇനി ഫീ കൺസെഷൻ ഉള്ള SC ST OEC വിഭാഗക്കാർക്ക് 100 രൂപയാണ് ടോക്കൺ ഫീ വരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ പേ നൗവിൽ ക്ലിക്ക് ചെയ്തിട്ട് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഹയർ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ റീഅറേഞ്ച് ഓപ്ഷൻ എന്ന് പറഞ്ഞ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ഹയർ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്തതിന് ശേഷം ഇവിടെ ഹയർ ഓപ്ഷൻസ് എഡിറ്റ് ചെയ്യാനുള്ള ഇതിവിടെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യുക. ഇനി ടോക്കൺ ഫീ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഇപ്പോൾ പേയ്മെന്റ് ചെയ്യുമ്പോൾ അത് LBSലോട്ടാണ് ആ ഫണ്ട് ട്രാൻസ്ഫർ ആവുക. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങളൊരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പോകും. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷമാണ് നമ്മൾ കോളേജിൽ ഡയറക്റ്റ് പോകേണ്ടത്. അപ്പോൾ കോളേജിൽ ഡയറക്റ്റ് പോകുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോക്കൺ ഫീ അടച്ച റെസിപ്റ്റ് കൊണ്ടുപോകണം. അപ്പോൾ നിങ്ങൾ അവിടെ അടക്കേണ്ട ഫീസിൽ നിന്ന് ഈ ഒരു 3150 കുറച്ചിട്ട് അവിടെ ഫീ അടച്ചാൽ മതി. ഇനി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ കിട്ടാത്ത സ്റ്റുഡൻസ് ഉണ്ടാവും. നിങ്ങൾ ടോക്കൺ ഫീ അടക്കേണ്ട, നിങ്ങൾ വെയിറ്റ് ചെയ്യുക, സെക്കൻഡ് അലോട്ട്മെന്റിന് വെയിറ്റ് ചെയ്യുക. ടോക്കൺ ഫീ അടക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 12/7/2026 ആണ്. 2 ദിവസമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ സെക്കൻഡ് അലോട്ട്മെന്റ് എന്നാ വരിക എന്നുള്ളത് LBSന്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ, 2 ദിവസം കഴിഞ്ഞാൽ അത് അപ്ഡേഷൻ വരും. സെക്കൻഡ് അലോട്ട്മെന്റ് എന്നാ വരിക. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം കോളേജിൽ ചിലപ്പോൾ ചേഞ്ച് വരും, ചിലപ്പോൾ ചേഞ്ച് വരില്ല. മെജോറിറ്റിയും ഈ ഒരു കോളേജ് തന്നെ ആയിരിക്കും. അപ്പോൾ ചേഞ്ച് വന്നാലും ഇല്ലെങ്കിലും ഇനി രണ്ടാമത് ടോക്കൺ ഫീ അടക്കണ്ട. സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം നമുക്ക് LBS ഒരു ഡേറ്റ് തരും. ആ ഡേറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കുക. ബാക്കി ഫീസ് കോളേജിൽ അടക്കാം. ഇനി ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് കിട്ടാത്തവർ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അപ്പോൾ എന്ത് ചെയ്യണം, ടോക്കൺ ഫീ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇവിടെ പേ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പേയ്മെന്റ് ഓപ്ഷൻ ഉണ്ട്. കാർഡ് ഓപ്ഷനും UPI ID ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റും. പേയ്മെന്റ് സക്സസ് ആയാൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ ടോക്കൺ ഫീ പേയ്മെന്റ് സക്സസ് ആയാൽ ഇതേപോലെ ട്രാൻസാക്ഷൻ IDയും ഒക്കെ കാണിക്കും. ഇവിടെ നിങ്ങൾക്ക് ടോക്കൺ ഫീ റെസിപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കുക. അഡ്മിഷൻ്റെ സമയത്ത് കൊണ്ടുപോകണം. ഇനി അഡ്മിഷൻ്റെ സമയത്ത് എന്തെല്ലാം ഡോക്യുമെന്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത് ഗ്രൂപ്പിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കോളേജിന്റെ വെബ്സൈറ്റിൽ ഒന്ന് ചെക്ക് ചെയ്യുക. അവർ ചിലപ്പോൾ എക്സ്ട്രാ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുപോകും. അപ്പോൾ മെയിനായിട്ട് നിങ്ങളുടെ ഡിപ്ലോമയുടെ സർട്ടിഫിക്കറ്റ്, പിന്നെ ഗ്രേഡ് കാർഡ്, ഒറിജിനൽ ഉള്ളവർ ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊവിഷണൽ, പിന്നെ അതേപോലെ TC CC, പിന്നെ സ്കോർ കാർഡ്, പിന്നെ ടോക്കൺ ഫീ റെസിപ്റ്റ്. ഇനി അലോട്ട്മെന്റ് മെമ്മോ വരും സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ. അപ്പോൾ അലോട്ട്മെന്റ് മെമ്മോ കൊണ്ടുപോകണം. പിന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പിന്നെ റിസർവേഷൻ ഉള്ളവർക്ക് അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ്. ഓൾറെഡി ഞാൻ ആ ലിസ്റ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചോദിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെന്റ് സക്സസ് ആയാലും ഇവിടെ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഹയർ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങളെ ഹയർ ഓപ്ഷൻസ് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് കിട്ടിയ കോളേജ്, ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് 7th ഓപ്ഷനാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങൾ അലോട്ടഡ് ആണ്. പിന്നെ ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷൻസ് ഒന്നും ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഓൾറെഡി ഞാൻ മുന്നേ പറഞ്ഞതാണ് മുന്നത്തെ വീഡിയോയിൽ. അലോട്ട്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ള കോളേജ് മുകളിലോട്ട് കൊണ്ടുവരാൻ കഴിയില്ല. നമുക്ക് ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനേ പറ്റുള്ളൂ. ഇപ്പോൾ ഇവിടെ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ നിലനിർത്തി കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെന്റിന്റെ സമയത്ത് ഈ കോളേജുകളിൽ നിങ്ങൾക്ക് സീറ്റ് ഉണ്ടോ എന്ന് വീണ്ടും ചെക്ക് ചെയ്യും. അത് വീണ്ടും ചെക്ക് ചെയ്ത് ഇവിടെ എവിടെയെങ്കിലും സീറ്റ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് നിങ്ങളെ മാറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഹയർ ഓപ്ഷൻസ് കൊടുത്തു. ഹയർ ഓപ്ഷൻസ് കൊടുത്തിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മുകളിലുള്ള ഏതെങ്കിലും കോളേജിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ കോളേജ് വേണ്ട, ഇപ്പോൾ കിട്ടിയ കോളേജ് തന്നെ മതി എന്ന് പറയുകയാണ്. അപ്പോൾ അത് നടക്കില്ല. കാരണം നിങ്ങളെ മുകളിലോട്ട് പ്ലേസ് ചെയ്യുമ്പോൾ നിങ്ങളെ ഇപ്പോൾ ഉള്ള സീറ്റിലോട്ട് വേറെ ആൾ വരും.
അപ്പോൾ ഈ ഹയർ ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത കോളേജ് ഉണ്ടെങ്കിൽ ഇവിടെ റിമൂവ് ബട്ടൺ ഉണ്ട്. റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റിമൂവ് ആവും. ഇനി നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി, അതായത് ഹയർ ഓപ്ഷൻ ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് റിമൂവ് ചെയ്യുക. അപ്പോൾ പിന്നെ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ നല്ല കോളേജുകൾ മുകളിലുണ്ടെങ്കിൽ അത് നിലനിർത്തുക. കാരണം എപ്പോഴും നമ്മൾ നല്ല കോളേജിൽ പഠിക്കാൻ നോക്കണം. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ അവിടെ പോകാം, ഇല്ലെങ്കിൽ ഈ ഒരു കോളേജിൽ തന്നെ പഠിക്കാം. ഇനി നിങ്ങൾക്ക് ഇതിന്റെ ഓപ്ഷൻസ് പ്രിഫറൻസ് നമ്പർ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടെ അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് പ്രിഫറൻസ് നമ്പർ കൊടുക്കാൻ പറ്റും. ഇവിടെ ഓൾറെഡി ഉള്ള പ്രിഫറൻസ് ഉണ്ട്, നിങ്ങൾക്ക് പുതിയ പ്രിഫറൻസ് നമ്പർ കൊടുത്തിട്ട് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ. പിന്നെ ചില സ്റ്റുഡൻസിനുള്ള ഡൗട്ടാണ്, എനിക്കിപ്പോൾ കിട്ടിയ കോളേജ് ഡിലീറ്റ് ചെയ്യാൻ പറ്റുമോ? അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി നിങ്ങൾ അവിടെ അലോട്ട് ചെയ്തു. നിങ്ങൾ കൊടുത്ത ഓപ്ഷൻ പ്രകാരം LBS ചെക്ക് ചെയ്തപ്പോൾ ആ കോളേജിലാണ് സീറ്റ് വന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ അലോട്ട് ചെയ്തു. അത് ഇനി ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹയർ ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യാനും റിമൂവ് ചെയ്യാനും പറ്റും. ഓക്കെ. പിന്നെ അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കോളേജിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല, പക്ഷേ സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാൻ വേണം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ടോക്കൺ ഫീ അടച്ചിട്ട് സെക്കൻഡ് അലോട്ട്മെന്റിൽ പങ്കെടുക്കാം. എന്നിട്ട് മാറ്റം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ അവിടെ പോവാതിരുന്നാൽ നിങ്ങൾ അഡ്മിഷൻ ക്യാൻസൽ ആവും. അഡ്മിഷൻ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആ ടോക്കൺ ഫീ റീഫണ്ടിന് വേണ്ടി LBSന്റെ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുക്കാൻ പറ്റും. അത് ഇപ്പോഴല്ല, 1-2 മാസം കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ടോക്കൺ ഫീ റീഫണ്ട് കിട്ടും. പക്ഷേ അതായത് അഡ്മിഷൻ എടുക്കാത്തവർക്ക്, ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ പോയില്ല, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ടോക്കൺ ഫീ റീഫണ്ട് കിട്ടും. പക്ഷെ അതിന് ഒരുപാട് സമയം എടുക്കും. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസിനൊക്കെ അത് കിട്ടാൻ 6 മാസം 8 മാസം വരെ സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.